നമ്മൾ മുത്തുമലൈ മുരുകൻ അമ്പലത്തിൽ പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇത് അന്നത്തെ ദിവസത്തിന്റെ ഫുൾ വ്ളോഗാണിത്. നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു. സോ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വന്നിട്ട് ബുധന്റെ അമ്പലത്തിലേക്കാണ്. അരുൾമിகு ശ്വേതരണ്യേശ്വരർ കോയിൽ. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഈ അമ്പലം പ്രത്യേകിച്ച് വന്നിട്ട് ബുധനാഴ്ച ജനിച്ചവർക്കായിട്ടുള്ളതാണ്. അപ്പൊ ഞാനും എന്റെ മോളും രണ്ടുപേരും ബുധനാഴ്ച ജനിച്ചത്. അപ്പൊ അതാണ് പ്രത്യേകിച്ച് ഇവിടെ വരാനുള്ള ഒരു കാരണവും കൂടെ. ഈ ഡേയിൽ നമ്മൾ ടോട്ടലി 4 സ്പോട്ട്സ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വിളക്ക് കത്തിച്ച് ഒരു നേർച്ച വെക്കും. ബുധൻ ദൈവത്തിന് 17 പ്രാവശ്യം ചുറ്റി വന്ന് ഈ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ പൂന്തോട്ടം എന്നുള്ള സ്ഥലത്തിലുള്ള സരസ്വതി അമ്പലത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ വന്ന് മോളെ സ്കൂളിൽ ചേർക്കുന്നതിനേക്കാളും മുന്നേ തന്നെ ഇവിടെ നെൽമണികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സരസ്വതി ദേവി വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ദൈവമാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളെ ഹാർഡ് വർക്കിനൊപ്പം ദൈവാനുഗ്രഹവും കിട്ടുന്ന സ്ഥലമാണിത്. ഉച്ചയ്ക്ക് ഇവിടെ തന്നെ ഞങ്ങൾ അന്നദാനം കഴിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും ചോറൊക്കെ നല്ല ഒരു ഭക്ഷണമായിരുന്നു ഇവിടെ. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി വേളാങ്കണ്ണിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പോകുന്ന വഴിയേക്ക് ഫുള്ള് ഇങ്ങനെ നെല്ലിങ്ങനെ റോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ബൈപ്പാസ് പിടിച്ച് കയറുമ്പോൾ തന്നെ സൈഡിൽ ഫുള്ളി ഉണക്കമീൻ്റെ കടകളായിരുന്നു. എനിക്ക് ഉണക്കമീൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നിട്ട് കടലിൽ ഉണ്ടാവുന്ന മീനാണ്. ഡാം മീൻ വേറെ തന്നെയാണ്, അതിൽ ജാസ്തി ഉപ്പുണ്ടാവൂല. പക്ഷേ കടൽ മീൻ എന്ന് പറയുന്നത് ഉപ്പ് ഭയങ്കര ജാസ്തി ആയിരിക്കും. നെയ്മീൻ, നെത്തോലി, കലുമക്കായി, കൊഞ്ചലുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു 5 വെറൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു ഉണക്കമീൻ്റെ ഡിഷ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വേളാങ്കണ്ണിയിലേക്ക് എത്തി. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. വെയിലൊക്കെ ഒന്ന് ഡൗൺ ആയി വരുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് കറക്റ്റായിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. നമ്മളും പോയി പ്രാർത്ഥനയിൽ കൂടി. പ്രാർത്ഥന കഴിഞ്ഞ ഹോളി വാട്ടർ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ബീച്ചിലേക്ക് നടന്നു വന്നു. കുറെ മീൻ കടകളൊക്കെ ഉണ്ട് ഇവിടെ ബീച്ചിന്റെ സൈഡായിട്ട്. ബീച്ചിലൊന്നും നമ്മൾ വെലിങ്ങനെ ഇറങ്ങി കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ കുറെ സ്നാക്സ് കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബീച്ചിലോട്ട് നടന്നു പോകുമ്പോൾ തന്നെ അവിടെ ഒരു കട ഉണ്ടായിരുന്നു, ഹോട്ടൽ പ്രകാശ്. പുറത്ത് ചില്ലുംകൂട്ടിന്റെ അകത്ത് റെഡി ആയിട്ട് തന്നെ ചെമ്മീനും പിന്നെ കുറെ വെറൈറ്റീസ് ഓഫ് മീൻ പൊരിച്ചത്, ഞണ്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ഒരു അയിലയും അതിൻ്റെ കൂടെ ഇന്നൊരു പീസ് മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ടേസ്റ്റ് റേറ്റ് രണ്ടും വേർത്തായിരുന്നു ഇവിടെ. പിന്നെ അങ്ങനെ നടന്നു വരുമ്പോൾ മാതാവിന്റെ സ്റ്റാച്യു, കൊന്തയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മോക്ക് വേണ്ടിയിട്ട് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ടൈം കറക്റ്റ് ആയിട്ട് ഒരു സൺസെറ്റ് ആയി വരുന്നവരാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നത് ചേർച്ച് കാണാൻ. എന്തായാലും ഇത് 23 മണിക്കൂർ നീണ്ട ഒരു ഡേ ആയിരുന്നു. സത്യമംഗലത്ത് നമ്മൾ പുലർച്ചെ 3:30 മണിക്ക് തുടങ്ങിയാണ്. തിരിച്ചു വരുമ്പോൾ അടുത്ത ദിവസം പുലർച്ചെ 2:30 മണിയായി.